Good morning. Today onwards we will study spoken English. സാധാരണ നിലയിൽ നമ്മൾ മറ്റുള്ളവരുമായി കോൺവെർസേഷൻ നടത്തുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കേണ്ടി വരുമ്പോൾ ഉപയോഗിക്കാറുള്ള പ്രധാനപ്പെട്ട ചില സെൻറ്റൻസുകൾ. ആദ്യമായിട്ട് നമുക്ക് ഒരാളോട് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യപ്പെടുകയാണെങ്കിൽ എങ്ങനെ ചോദിക്കാം? ഒരു കാര്യം പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ ആ കാര്യം ചെയ്തു തരുമോ, ഇന്ന കാര്യം ചെയ്യാമോ എന്നൊക്കെ ഉള്ള നിലയിൽ നമ്മൾ ഒരാളോടൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ അതിന് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് വുഡ് യു പ്ലീസ്. അതല്ലെങ്കിൽ കുഡ് യു പ്ലീസ്. ഈ വുഡ് യു പ്ലീസും അതുപോലെ തന്നെ കുഡ് യു പ്ലീസും ഒക്കെ സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ളത് നമ്മളെക്കാൾ പ്രായമുള്ളവരോട്, അതോടൊപ്പം തന്നെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ആളുകളോട്, അതുമല്ല എങ്കിൽ അപരിചിതരായ ആളുകളോട്. ഇനി നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് സെൻറ്റൻസസ് നോക്കാം. വുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ? എന്നെ ഒന്ന് സഹായിക്കാമോ? കുഡ് യു പ്ലീസ് ക്ലോസ് ദി ഡോർ? ആ ഡോറൊന്ന് അടയ്ക്കാമോ? Would you please switch on the light? Or would you please switch on the fan? Would you please switch off the motor? എന്നൊക്കെ നമ്മളൊരാളോട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചോദിക്കുമ്പോഴാണ് എന്തെന്ന് പറയുന്നത് വുഡ് യു എന്നും അതുപോലെ തന്നെ കുഡ് യു എന്നും ഒക്കെ ഉപയോഗിക്കുന്നത്. ക്യാൻ ഉപയോഗിക്കേണ്ടടുത്ത് എന്ത് ഉപയോഗിക്കുന്നു? കുഡ് ഉപയോഗിക്കുന്നു. വിൽ ഉപയോഗിക്കേണ്ടടുത്ത് എന്തുപയോഗിക്കുന്നു? വുഡ് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അതുപോലെ നമ്മൾ ഒരാളോട് ഫോൺ നമ്പർ ചോദിക്കുകയാണ്. വുഡ് യു പ്ലീസ് ഗീവ് മീ യുവർ ഫോൺ നമ്പർ? കുഡ് യു പ്ലീസ് മൂവ് എ ബിറ്റ്? അല്പം ഒന്ന് മാറി നിൽക്കാമോ? കുഡ് യു പ്ലീസ് മൂവ് എ ബിറ്റ്? ഈ രൂപത്തിലൊക്കെ നമ്മൾ ഒരാളോട് ഒരു കാര്യം ചോദിക്കേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം പറയേണ്ടി വരുമ്പോഴാണ് എന്തുപയോഗിക്കാറുള്ളത്? വുഡ് യു പ്ലീസ് എന്നും അതുപോലെ തന്നെ കുഡ് യു പ്ലീസ് എന്നുമൊക്കെ. കുറേ എക്സാമ്പിൾസ് നിങ്ങളും പറഞ്ഞു നോക്കുക. ഇനി നമുക്കൊരാളോടൊരു വഴി ചോദിക്കണം. അതെങ്ങനെയാണ്? വുഡ് യു പ്ലീസ് ടെൽ മീ ദി വേ ടു ദി ഹോസ്പിറ്റൽ? Would you please tell me the way to the bus stand? Would you please tell me the way to the railway station? അങ്ങനെ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് വഴി പറഞ്ഞു തരിക? അതുകൂടി ഒന്ന് നോക്കണ്ടേ. അപ്പോൾ എന്താണ് നമ്മൾ ചോദിച്ചത്? Would you please tell me the way to the hospital? Would you please tell me the way to the hospital? ഹോസ്പിറ്റലിലേക്കുള്ള വഴിയൊന്ന് പറഞ്ഞു തരാമോ? അപ്പോൾ അത് കേൾക്കുന്ന ആൾ വഴി പറഞ്ഞു കൊടുക്കുകയാണ്. ദിസ് വേ പ്ലീസ്. അതല്ലെങ്കിൽ ദിസ് വേ സ്ട്രെയിറ്റ് പ്ലീസ്. ഈ വഴിയിൽ നേരെ പോയാൽ മതി അല്ലേ? ദിസ് വേ സ്ട്രെയിറ്റ് പ്ലീസ്. അതല്ലെങ്കിൽ ദൂരെയുള്ളൊരു വഴിയാണെങ്കിൽ ദാറ്റ് വേ പ്ലീസ്. ദാറ്റ് വേ സ്ട്രെയിറ്റ് പ്ലീസ്. അതല്ലെങ്കിൽ ദിസ് വേ സ്ട്രെയിറ്റ് ആൻഡ് ടേൺ ലെഫ്റ്റ് എന്ന് പറഞ്ഞൂടെ? ഇതിൽ നേരെ പോയി ഇടത്തോട്ട് തിരിയാം. ദിസ് വേ സ്ട്രെയിറ്റ് ആൻഡ് ടേൺ ലെഫ്റ്റ് എന്നൊക്കെ നമുക്ക് വഴി പറഞ്ഞു കൊടുക്കാം അല്ലേ? നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലേക്കുള്ള വഴി നമ്മൾ ചോദിച്ചു അല്ലേ? അതുപോലെ തന്നെ ഹോസ്പിറ്റൽ എവിടെയാണ് എന്നറിയാമോ എന്ന രൂപത്തിലാണ് ചോദിക്കുന്നതെങ്കിലോ വുഡ് യു പ്ലീസ് ടെൽ മീ വേർ ദി ഹോസ്പിറ്റൽ ഈസ് എന്താണ് ചോദിക്കുക? വുഡ് യു പ്ലീസ് ടെൽ മീ where
the hospital is? Would you please tell me where the hospital is? Would you please tell me where the railway station is? Would you please tell me where the bus stand is? എന്ന രൂപത്തിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. Would you please tell me where the employment exchange is? Would you please tell me where the MES school is? Would you please tell me where the hospital is? എന്ന് ചോദിച്ചാൽ അതിൻ്റെ റിപ്ലൈ ആയിട്ട് എന്ത് അത് കേൾക്കുന്ന ആൾക്ക് പറയാം ജസ്റ്റ് ഓപ്പോസിറ്റ് ദി ബസ് സ്റ്റാൻഡ്. സിമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതാണ് അല്ലേ. ഇതേ രൂപത്തിൽ നമ്മളോട് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ മറുപടി പറയാം, ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദി ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡിൻ്റെ നേരെ എതിർവശത്താണ് ആ ഹോസ്പിറ്റൽ എന്ന അർത്ഥത്തിൽ. അതല്ലെങ്കിൽ ജസ്റ്റ് ബിഹൈൻഡ് ടു ദി ബസ് സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡിൻ്റെ നേരെ പുറകുവശത്ത്. അതല്ലെങ്കിൽ വെരി നിയറർ ടു ദി റെയിൽവേ സ്റ്റേഷൻ, ആ ഹോസ്പിറ്റൽ ആ റെയിൽവേ സ്റ്റേഷൻ്റെ വളരെ അടുത്താണ്. വെരി നിയറർ ടു ദി ഹോസ്പിറ്റൽ എന്നൊക്കെ ആ ലൊക്കേഷൻ അനുസരിച്ച് നമുക്ക് മറുപടി കൊടുക്കാവുന്നതാണ് സിമ്പിൾ ഇംഗ്ലീഷിൽ. ഈ രൂപത്തിൽ നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇംഗ്ലീഷിലൊരു പ്രൊഫഷ്യൻസി ഉണ്ടാക്കാൻ കഴിയുക. അതുപോലെ തന്നെ ഒരു ബസ്സിൻ്റെ സമയം ചോദിക്കുകയാണ്. വുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ടൈം ഈസ് ദി നെക്സ്റ്റ് ബസ് ടു മലപ്പുറം? മലപ്പുറത്തേക്കുള്ള അടുത്ത ബസ് എപ്പോഴാണ്? വുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ടൈം ഈസ് ദി നെക്സ്റ്റ് ബസ് ടു മലപ്പുറം? ഓർ വുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ടൈം ഈസ് ദി നെക്സ്റ്റ് ബസ് ടു കൊണ്ടോട്ടി? ഈ രൂപത്തിലൊക്കെ നമുക്ക് മറ്റൊരാളോട് ബസ് ടൈം ചോദിക്കാവുന്നതാണ്. വുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ടൈം ഈസ് ദി നെക്സ്റ്റ് ട്രെയിൻ ടു കോഴിക്കോട്? വുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ടൈം ഈസ് ദി ലാസ്റ്റ് ബസ് ടു തൃശ്ശൂർ? വുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ടൈം ഈസ് ദി ലാസ്റ്റ് ബസ് ടു കോട്ടയം? വുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ഡേ ഈസ് ദി എക്സാം? എക്സാം ഏത് ദിവസമാണ് എന്ന് പറയാമോ? വുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ഡേ ഈസ് ദി എക്സാം? വുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ഡേറ്റ് ഈസ് ദി ഇൻ്റർവ്യൂ? ഇൻ്റർവ്യൂ ഏത് ഡേറ്റാണ് എന്ന് പറയാമോ? വുഡ് യു പ്ലീസ് ടെൽ മീ ഓൺ വാട്ട് ഡേറ്റ് ഈസ് ദി വെഡ്ഡിങ്? ഏത് ദിവസമാണ് കല്യാണം എന്ന് പറയാമോ? അല്ലെങ്കിൽ എത്രാം തീയതിയാണ് കല്യാണം എന്ന് പറഞ്ഞു തരാമോ? ഇനി നമ്മൾ ടൈം പറയുമ്പോൾ ഇറ്റ് ഈസ് 5 o'clock നൗ. ഇപ്പോൾ 5 മണിയായി. ഇനിയിപ്പോൾ സമയം 5:20 ആണെങ്കിലോ ഇറ്റ് ഈസ് 5:20 നൗ. ഇറ്റ് ഈസ് 5:20 നൗ. അവിടെ 5:20 o'clock എന്ന് പറയേണ്ടതില്ല, ഇറ്റ് ഈസ് 5:20 നൗ എന്ന് പറഞ്ഞാൽ മതി. ഇറ്റ് ഈസ് 4:35, ഇറ്റ് ഈസ് 8:50 എന്ന രൂപത്തിലും നമുക്ക് ടൈം ഒക്കെ പറയേണ്ടി വരുമ്പോൾ പറയാവുന്നതാണ്. 5 മണി കഴിഞ്ഞു എന്നെങ്ങനെ പറയാം? ഇറ്റ് ഈസ് പാസ്റ്റ് 5 എന്ന് പറഞ്ഞാൽ മതി. ഇറ്റ് ഈസ് ഇതെങ്ങനെ പ്രൊണൗൺസ് ചെയ്യുക? ഇറ്റ് ഈസ് പാസ്റ്റ് 5. 5 മണി കഴിഞ്ഞു. ഇറ്റ് ഈസ് പാസ്റ്റ് 8. 8 മണി കഴിഞ്ഞു. ഇറ്റ് ഈസ് പാസ്റ്റ് 2:30. 2:30 കഴിഞ്ഞു. ഇനി നമ്മൾ ഒരാളോട് എന്തെങ്കിലും കാര്യങ്ങൾ കടം ചോദിക്കുകയാണ്, വാങ്ങിയ സാധനം തിരിച്ചു കൊടുക്കണ്ടല്ലോ, അതിനാണ് വാസ്തവത്തിൽ എന്തെന്ന് പറയുന്നത് കടം ചോദിക്കുക എന്ന് പറയുന്നത്. നമ്മളൊരാളോട് ഒരു കുട ചോദിക്കുകയാണ് അല്ലേ, മഴക്കാലമാണ്, കുട എടുത്തിട്ടില്ല. അപ്പോൾ പരിചയമുള്ള ഒരാളോട് ആ കുടയൊന്ന് തരാമോ എന്നാണ് ചോദിക്കുന്നത്. അത് എന്താണ്, കടമായിട്ടാണ് ചോദിക്കുന്നത് അല്ലേ. അങ്ങനെ ഒരാളോട് ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് ചോദിക്കാം എന്നുകൂടി നമുക്ക് പരിശോധിച്ച് നോക്കാം. വുഡ് യു പ്ലീസ് ലെൻഡ് മീ യുവർ അംബ്രല്ല? എന്തെന്നാണ് ചോദിക്കുക? വുഡ് യു പ്ലീസ് ലെൻഡ് മീ യുവർ അംബ്രല്ല? ദയവായി നിങ്ങളുടെ കുടയൊന്ന് തരാമോ എന്നാണ് ഇവിടെ ചോദിക്കുന്നുള്ളൂ. ഇവിടെ ഈ ലെൻഡ് ഉപയോഗിച്ച് എന്താണ്, അത് തിരിച്ചു കൊടുക്കാനുള്ളതാണ് അല്ലേ. കടമായിട്ട് ചോദിക്കുകയാണ്, അത് തിരിച്ചു കൊടുക്കേണ്ടതാണ്. ആ അർത്ഥത്തിൽ ചോദിക്കുമ്പോഴാണ് എന്ത് ഉപയോഗിക്കുക? ലെൻഡ് എന്ന് ഉപയോഗിക്കുക. വുഡ് യു പ്ലീസ് ലെൻഡ് മീ യുവർ അംബ്രല്ല? വുഡ് യു പ്ലീസ് ലെൻഡ് മീ യുവർ പെൻ? നിങ്ങളുടെ പേനയൊന്ന് തരാമോ?
വുഡ് യു പ്ലീസ് ലെൻഡ് മീ യുവർ ബൈക്ക്, നിൻ്റെ ബൈക്കൊന്ന് തരാമോ. വുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ ലിഫ്റ്റ് ദി ബാസ്ക്കറ്റ്, ഈ ബാസ്ക്കറ്റ് ഒന്ന് പിടിച്ചുയർത്തുവാൻ വേണ്ടിയിട്ട് നീ എന്നെ സഹായിക്കാമോ. വുഡ് യു പ്ലീസ് help me lift up this sack. സാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ചാക്ക്. വുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ ലിഫ്റ്റ് അപ്പ് ദിസ് സാക്ക്, ഈ ചാക്കൊന്ന് പിടിച്ചുയർത്താൻ വേണ്ടിയിട്ട് എന്നെ സഹായിക്കാമോ എന്നർത്ഥത്തിലാണ് ഇത് ചോദിക്കുന്നത്. ലിഫ്റ്റ് അപ്പ്, ഉയർത്തുവാൻ വേണ്ടിയിട്ട്. വുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ ലിഫ്റ്റ് അപ്പ് ദിസ് സാക്ക്, ഈ ചാക്കൊന്ന് ഉയർത്താൻ വേണ്ടിയിട്ട്, എൻ്റെ തലയിലേക്കൊന്ന് വെച്ച് തരാൻ വേണ്ടിയിട്ട് എന്നെ ഒന്ന് സഹായിക്കാമോ. അതുപോലെ തന്നെ ലിഫ്റ്റ് അപ്പ് എന്നതിന് പകരം നേരെ തിരിച്ച് ഇറക്കി വെക്കാനാണെങ്കിൽ എന്താ ചോദിക്കുക? പുഷ് ഡൗൺ എന്ന് മാത്രം മാറ്റിയാൽ മതി. വുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ പുഷ് ഡൗൺ ദിസ് സാക്ക്, ഈ തലയിലിരിക്കുന്ന ഈ ചാക്ക് ഒന്ന് താഴേക്ക് വെക്കാൻ വേണ്ടിയിട്ട് എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിക്കുന്നതാണ്. എന്താണ് അതിന് ഉപയോഗിക്കുക? താഴേക്ക് വെക്കാനാണെങ്കിൽ പുഷ് ഡൗണും, മേലേക്കാണെങ്കിൽ എന്ത്? ലിഫ്റ്റ് അപ്പ് എന്നും ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഇത് നമ്മൾ എന്താണ് പഠിച്ചത്? വുഡ് യു പ്ലീസ്, കുഡ് യു പ്ലീസ് എന്നൊക്കെ. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.